ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ലൈനിങ് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും അടുത്ത വീഡിയോ ആയി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഈ ഒരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിത് ലൈനിങ് പീസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി 1:20 തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിനെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക. കണ്ടോ, ഇതുപോലെ വരുന്ന രീതി നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് നമ്മുടെ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. അത് നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളത് കറക്റ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയത് കറക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമുക്ക് 14.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. കേട്ടോ, നമ്മൾ എത്രയാണോ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് 6.25 ഇഞ്ചാണ്. 6.25 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഷോൾഡർ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് വരുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും കൊടുക്കുന്നു. ആം ഹോളിന് വേണ്ടി നമ്മൾ ഇതുപോലെ 6.25 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇതുപോലെ വരിക. ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. നമുക്ക് 41 ഇഞ്ച് കിട്ടും. 41ൻ്റെ 4 ഭാഗം 10.25. 10.25 ഇവിടെ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നിയും മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇടുപ്പളവ് വരുന്നത് നമുക്ക് 32 ഇഞ്ചാണ്. അപ്പോൾ 32ൻ്റെ 4/1 8 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്, അങ്ങനെ 8.75 8.75 ഇഞ്ച് കണ്ടോ. 8ൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് കൂടി ഡാർസ് അടിക്കുവാൻ വേണ്ടി അങ്ങനെ 8.75 പ്ലസ് 1.25 ഇഞ്ചും കൂടി ചേർത്ത് ഇതുപോലെ വരഞ്ഞ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുക. ഇനി നമ്മൾ നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കത്തിൻ്റെ നേർപകുതി നമ്മൾ 3 പോയിന്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കേട്ടോ, 3 ഒരു പോയിന്റിൽ ഇതുപോലെ മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ആം ഹോള് ഇതുപോലെ വരഞ്ഞെടുക്കും. കേട്ടോ, ഇതുപോലെ വരും. ഇനി നമ്മൾ ഇതിൻ്റെ നെക്കിൻ്റെ വൈഡ് 2.25 ഇഞ്ചാണ് നമ്മളിവിടെ നെക്കിൻ്റെ വൈഡ് കൊടുക്കുന്നത്. ഇപ്പോൾ 2.25 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. കേട്ടോ, ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തുന്നത്തുണി, നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 8.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരിക. നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഡാർട്സാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഡാർട്സ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ഡാർട്സിലേക്കുള്ള അകലം നമുക്ക് 4 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാർട്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് 4.25 ഇഞ്ചിലാണ്. നമ്മുടെ ഡാർട്സിൻ്റെ ഉയരം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 4.25 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇതിന് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആം ഹോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആം ഹോൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ലൂസ് നമ്മൾ ഇവിടെ ആം ഹോളിൽ 8.25 ഇഞ്ചാണ് കൊടുക്കുക. അത് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തുന്നത്തുണി വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ പിടിച്ചു കൊണ്ടുവരിക. കേട്ടോ, നമുക്കിത് 8.25 ഇഞ്ച് കിട്ടും. അതായത് നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് തുന്നത്തുണി വിട്ടതിന് ശേഷം ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ടേപ്പിനെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ പിടിക്കും. കേട്ടോ, നമുക്കവിടെ കറക്റ്റായിട്ട് നമുക്കവിടെ 8.25 ഇഞ്ച് നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടും. കേട്ടോ, ഇതുപോലെ ചെക്ക് ചെയ്താൽ നമ്മുടെ ആം ഹോള് ഫിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ലീവും നമ്മുടെ ബോഡി പാർട്ടും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് യാതൊരു വ്യത്യാസവുമില്ലാതെ കറക്റ്റായിട്ട് കിട്ടും. അത് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയി ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കറക്റ്റായി കാണിച്ചു തരാം എങ്ങനെയാണ്
കിട്ടുന്നത്, ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ബാക്ക് പീസും ഒക്കെ മാർക്കിംഗ് കറക്റ്റായി കിട്ടുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത തുണി കണ്ടോ നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാകുക. ഈ ഒരു പീസിനെ നമ്മൾ നേരെ ഇതുപോലെ തിരിച്ചു വെക്കുക. കണ്ടോ നമ്മുടെ ഈ ഒരു കരവശം കണ്ടോ ഇതുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബാക്ക് പാർട്ടിന് ഇതുപോലെ വെക്കുക. കണ്ടോ നമ്മുടെ കരവശം. അപ്പോൾ നമ്മുടെ ഈ ഒരു കരവശത്തിന് ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഷോൾഡർ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ബോഡി ഭാഗവും നമ്മൾ ഇതുപോലെ വെച്ചാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ട് നല്ല ക്രോസ് കട്ടിങ്ങിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ സ്കെയിലിനെ ഇതുപോലെ വെക്കുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്കാണ്. നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് നമ്മൾ 2.25 കൊടുത്തത്. ഇപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2.25 3 ഇഞ്ചാണ് നമുക്ക് മുകളിൽ കറക്റ്റായി കിട്ടേണ്ടത്. അത് കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വരിക. കേട്ടോ ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ലൂപ്പും ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയും. കണ്ടോ ഇതുപോലെ വരയുക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഈ 3/4 ഇഞ്ച് ഇവിടെ കണ്ടോ നമ്മൾ ഡാർട്സ് അടിക്കുവാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ള 3/4 ഇഞ്ചാണത്. ആ ഒരു 3/4 ഇഞ്ചിൽ കുറച്ച് പറ്റില്ല ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വീതിക്ക് വേണ്ടി 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടോ ഇവിടെ നിന്ന് 3 ഇഞ്ച്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് വീതമുള്ള ടക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നേരെ ഇരട്ടി 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് നമ്മളൊരു ലൈൻ കൊടുക്കുക. അല്ലോ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ 4.25 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. ഇവിടെയും നമ്മൾ 4.25 ഇഞ്ചിൽ മാർക്കിങ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഇവിടെ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ച് 5.25 ഇതുപോലെ മാർക്ക് ചെയ്യുക. കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇത് റൗണ്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന് നെക്കിൻ്റെ ഇറക്കവും ബാക്ക് ഭാഗത്തിന് നെക്കിൻ്റെ ഇറക്കം 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ അളവിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് ചെയ്യുക. കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കണ്ടോ നമ്മുടെ ആം ഹോളൊക്കെ കറക്റ്റ് ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു മാർക്ക് വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ടെക്കിൻ്റെ അകലം കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ 3.25 പോയിൻറ്റുമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കേട്ടോ ഇവിടെ നിന്ന് നമ്മളിവിടെ ഒരു 3.25 പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് നമ്മുടെ തുന്നത്തുണി വിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം കേട്ടോ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമ്മൾ 10 ഇഞ്ചിൽ ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ 10 ഇഞ്ചിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കണ്ടോ നമ്മുടെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതേ അളവ് തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ കുത്തനെ ഒരു ലൈൻ കൊടുക്കും. ഇതുപോലെ ഒരു ലൈൻ കൊടുക്കും. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെയാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. അതുപോലെ നമ്മൾ 4.25 ഇഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളത് 3.25 കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 4.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് ഒരു ലൈൻ കൊടുക്കുക. കണ്ടോ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ഈ ഒരു ബാൻഡ് കണ്ടോ നമ്മുടെ ബാൻഡ് നമുക്ക് ക്രോസിലാണുള്ളത്. അപ്പോൾ നമുക്കത് കറക്റ്റ് ലെങ്ത് നീളത്തിലുള്ള പീസിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇത് സെയിം അളവിൽ നമ്മളത് മാർക്കിനനുസരിച്ച് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന നമ്മുടെ കരഭാഗം വരുന്ന സൈഡ് ഭാഗമാണ് നമ്മൾ ഈ ഒരു ബാൻഡിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്.
ഇതുപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. ആണോ, നമ്മുടെ അതേ ഷേപ്പിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുണിക്കാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഇടുപ്പളവിൻ്റെ 4 ഭാഗം 32ൻ്റെ 4 ഭാഗം 8 ഇഞ്ച് 8 ഇഞ്ചിൽ നമ്മളിവിടെ ഈ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1/4 ഇഞ്ച് എക്സ്ട്രാ തുണി മാർക്ക് ചെയ്ത് ഇവിടെ മുകളിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരഞ്ഞ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇവിടെ നമ്മളൊരു കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് വശം, ഇത് നമ്മുടെ സൈഡ് വശം, ഇത് നമ്മുടെ ഫ്രണ്ട് വശം, ഈ ഒരു ഫ്രണ്ട് വശത്ത് നിന്ന് നമ്മുടെ താവിൽ നിന്ന് നമ്മുടെ ബോട്ടം ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് നമ്മൾ ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്കൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്കിന് വേണ്ടി നമ്മൾ 3 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ നേർപകുതി നമ്മുടെ ഈ ഒരു ടെക്കിൽ നിന്ന് ഇവിടെ നിന്ന് 2 ഭാഗത്തേക്കും 1.5 ഇഞ്ച് വീതം നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. കേട്ടോ, 3 ഇഞ്ചാണ് നമ്മുടെ ടെക്കിന് വേണ്ടി നമ്മൾ കൊടുത്തിരുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ, നമ്മൾ എത്രയാണോ നമ്മൾ ടെക്കിൻ്റെ അകലം നമ്മൾ മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു കട്ടിങ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ സെൻട്രൽ ഡാർട്സ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ സെൻട്രൽ ഡാർട്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് 3 ഇഞ്ചിലാണ്. നമ്മളിവിടെ സെൻട്രൽ ഡാർട്സിൻ്റെ നീളം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ കഴുത്ത് ഫ്രണ്ട് ഭാഗം നല്ല ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ആം ഹോൾ നമ്മളൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്ത് നിന്ന്. അതിനു വേണ്ടി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്ക് വരെ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്യുന്നു. കണ്ടോ, നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ മാർക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കട്ടിങ് തുടങ്ങുന്നത്. കണ്ടോ, ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ 3ാമത്തെ ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണിത്. ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ ഡാർട്സ് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഡാർട്സിൻ്റെ സ്ഥലത്തൊക്കെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 13 ഇഞ്ചുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ 2 സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു സ്ലീവാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മളിത് മടക്കിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കും. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി 13.5 ഇഞ്ചിൽ നമ്മൾ ആദ്യം ഒരു മാർക്കിംഗ് കൊടുക്കുക. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ കൈ ഫിറ്റ് ചെയ്യാനുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ ഇതുപോലെ വെച്ച് 13.5-യിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് വീണ്ടും തുന്നത്തുണി മാർക്ക് ചെയ്ത് ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ കൈയുടെ താവ് നമ്മുടെ ബ്ലൗസ് പീസുമായി ലൈനിങ് പീസ് തയ്ക്കാനുള്ള തുന്നത്തുണിക്കാണ്. നമ്മൾ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ 3.5 ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10-ൽ1 ഭാഗം നമ്മൾ ഇവിടെയും 3.5 ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ആം ഹോൾ വരുന്ന ഭാഗത്തുള്ള ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4-ൽ1 ഭാഗത്തിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു 4-ൽ1 ഭാഗം 9.25 വരിക. അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ഇതുപോലെ 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൈയുടെ താവ് വശത്ത് വരുന്ന ലൂസ് നമുക്ക് 11.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 5.25 പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ആം ഹോളിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഷേപ്പ് ഇതുപോലെ ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിംഗ് കണ്ടോ, ഇത് നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ 4-ൽ1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആ ഒരളവ്
കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്ത ആം ഹോളുമായി കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സമയത്തും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ അരയിഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തുന്നത്തുണി വിടുന്നു. ഇവിടെ നമ്മളൊരു ബോഡി അളവിൻ്റെ മാർക്കിംഗ് ആണ്. ഇനി നമ്മൾ ഈ ഒരു അരയിഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള അരയിഞ്ച് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോള് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ മാർക്കിൽ കൂടി കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് കണ്ടോ നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ മാർക്കിങ്ങും സ്ലീവിൻ്റെ മാർക്കിംഗ് കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി ഷേപ്പ് ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്ലീവിനെ നിവർത്തി വെക്കുക കേട്ടോ. ഇതുപോലെ നിവർത്തി വെച്ച ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഒരു 1.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്നും ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റും കണ്ടോ. ഇതുപോലൊരു പീസ് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഈ ഒരു മാർക്ക് വരെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റും. ഇനി നമ്മൾ ഇതുപോലെ പിടിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മുടെ കൈയുടെ ആ ഒരു ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മളൊരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്ലീവ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ആദ്യത്തെ സ്ലീവ് കട്ട് ചെയ്തതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. നമ്മൾ ആ ഒരു അളവിൽ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് ഉള്ള ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് മാർക്കിംഗ് കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ കട്ടിങ് സമയത്ത് നമ്മളിവിടെ കൊടുക്കുന്ന ഒരു മാർക്കിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ സ്ലീവിൻ്റെ മാർക്കിംഗ് അത് നമ്മുടെ രണ്ടാമത്തെ സ്ലീവിലും കറക്റ്റായിട്ട് ചെയ്താൽ, ഇതുപോലെ ചെയ്താൽ നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് നമുക്ക് കൈയുടെ മാർക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ. ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ ഒന്ന് തട്ടിക്കൊടുത്താൽ നമുക്ക് കണ്ടോ സ്ലീവിൻ്റെ രണ്ടാമത്തെ കൈയുടെ ഫ്രണ്ട് ഭാഗത്തും നമുക്കത് കറക്റ്റ് മാർക്കിംഗ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസ് പീസിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലൗസ് പീസിൽ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെച്ച ശേഷം കണ്ടോ നമ്മുടെ കരവശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് നേരെ പകുതിയായി മടക്കി വെച്ചതിന് ശേഷം ഇവിടെയൊക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. നമുക്ക് അല്പം തുണി കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ കൂടുതൽ തുണിയൊന്നും പുറത്തേക്ക് എക്സ്ട്രാ കൊടുക്കാതെ നമ്മൾ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതുപോലെ സ്ലീവിനെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. നമ്മുടെ ഫ്രണ്ട് പീസും ഇതുപോലെ അല്ലോ, നമുക്ക് കറക്റ്റായിട്ട് എക്സ്ട്രാ തുണികളൊന്നും കൊടുക്കാനില്ല, കറക്റ്റായിട്ടാണ് കൊടുക്കാൻ പീസുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ ബാൻഡ് നമ്മളിവിടെ ഈ ഒരു ഒഴിവിലാണ് നമ്മുടെ ബാൻഡ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആദ്യം നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇവിടെ സാധാരണ നമ്മൾ ഇവിടെയൊക്കെ ഒരു 1/2 ഇഞ്ച് പീസ് എക്സ്ട്രാ കൊടുത്തിട്ടാണ് കട്ട് ചെയ്ത് കാണിച്ചു വരുന്നത്. ഇവിടെ നമ്മൾ ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസും ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. കറക്റ്റായിട്ട് പീസ് മാത്രമേ നമുക്കുള്ളൂ, അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ തുണിയൊക്കെ കുറവാണെങ്കിൽ ഇതുപോലെ ആദ്യം നമ്മുടെ എല്ലാ പീസുകളും ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം കട്ടിങ് തുടങ്ങുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് ഒക്കെ കൂടുതലാണ്, അതുകൊണ്ടാണ് നമുക്കിവിടെ തുണി അല്പം കുറവ് വരുന്നത് കണ്ടോ. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മുടെ ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.